Hello friends, Technique മലയാളത്തിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഓപ്പോന്റെ F സീരീസിലെ മറ്റൊരു ഡിവൈസ് ആണ്. അപ്പോൾ നമുക്കറിയാം ഓപ്പോന്റെ F സീരീസ് ഒരു മിഡ് റേഞ്ച് സീരീസ് ആണ്. അപ്പോൾ അതിനകത്ത് പ്രോ വേരിയന്റ് വരാറുണ്ട്, റെഗുലർ വേരിയന്റ് വരാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെയാണ് ഇത്തവണ വന്നിരിക്കുന്നത് ഓപ്പോ F33 സീരീസ്. അതിൽ രണ്ട് ഫോണുള്ളത്, ഓപ്പോ F33 Pro, ഓപ്പോ F33. അപ്പോൾ നമ്മൾ ഇന്ന് അൺബോക്സിംഗ് ചെയ്യാൻ പോകുന്നത് ഓപ്പോ F33 Pro എന്ന് പറയുന്ന ഡിവൈസ് ആണ്. അപ്പോൾ എപ്പോഴത്തെയും പോലെ ഓപ്പോന്റെ F സീരീസിന്റെ ഇത്തവണ പ്രത്യേകത അതിന്റെ ബിൽഡ് ക്വാളിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതായത് 360 ഡിഗ്രി ആർമർ ബിൽഡ്, IP60, 66, 68, 69, 69K അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ആണ്. അതേപോലെ ഡിസ്പ്ലേയിലും പ്രൊട്ടക്ഷൻ അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഡ്യൂറബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ചില കോംപ്രമൈസസും ഉണ്ട്, അത് എന്തൊക്കെയാണെന്ന് നമ്മൾ വഴിയെ പറയാം. അപ്പോൾ ഓപ്പോ F33 Pro അൺബോക്സിംഗ് ചെയ്യാം. അപ്പോൾ ഇത് 3 കളേഴ്സിലാണ് അവൈലബിൾ ആവുന്നത്. ഇതൊരു പേർപ്പിൾ കളറാണ്, അതേപോലെ തന്നെ ഒരു ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ഒരു കളറുണ്ട്, നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈനാണ്. അതേപോലെ തന്നെ ഒരു ബ്ലൂ കളറുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്നത് പേർപ്പിൾ എന്ന് പറഞ്ഞ കളറാണ്. പാഷൻ റെഡ് എന്ന് പറഞ്ഞ കളർ. പേർപ്പിൾ അല്ല, റെഡ് ആണ്. പാഷൻ റെഡ് എന്ന് പറഞ്ഞ കളറാണ്. അപ്പോൾ ഇതിന്റെ വളരെ ക്വിക്കായ ഒരു അൺബോക്സിംഗ് നമ്മൾ ചെയ്യാം. അതിനൊപ്പം തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഇതിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്, അതേപോലെ പെർഫോമൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ വിശദമായി പറയുന്നതാണ്. അപ്പോൾ എപ്പോഴത്തെ പോലെ ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിന്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജിംഗ്. ഓപ്പോ F33 Pro 5G. ഇപ്പോൾ രണ്ട് വേരിയൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഓപ്പോ F33, ഓപ്പോ F33 Pro ആണ്. അപ്പോൾ പ്രോയില് 3 കളേഴ്സിന് അവൈലബിൾ ആണ്. ഇതൊരു ഫോറസ്റ്റ് എന്ന് പറഞ്ഞ കളറാണ്, അതേപോലെ ഇതൊരു റെഡ് കളറാണ്, പിന്നെ ഒരു ബ്ലൂ കളറും കൂടെ അവൈലബിൾ ആണ്. അപ്പോൾ പുതിയ ഒരു ക്യാമറ ഡെക്കോറൊക്കെയാണ് ഡിസൈൻ ലാംഗ്വേജിൽ വരുന്നത്. മെയ്ഡ് ഇൻ ഇന്ത്യ, 10 years വിത്ത് യു. 50 മെഗാപിക്സൽ അൾട്രാവൈഡ് സെൽഫി ക്യാമറ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 50 മെഗാപിക്സൽ ക്യാമറ, 7000 mAh ബാറ്ററി, 80 watt ചാർജിംഗ് ആണ് വരുന്നത്. അതേപോലെ IP റേറ്റിംഗ് 69K, 69, 68, 66 എല്ലാം തന്നെ ഉണ്ട്. പിന്നെ സ്മാർട്ട് ആൻഡ് സ്മൂത്ത് AI പവർഡ് ആണ് ഇത്. 3 കളേഴ്സാണ് അവൈലബിൾ ആവുന്നത്. ഇതാണ് ഫോറസ്റ്റ് എന്ന് പറഞ്ഞ കളർ കണ്ടില്ലേ. പിന്നെ റെഡ്, പാഷൻ റെഡ്, അതേപോലെ ഒരു ബ്ലൂ കളറുമാണ് അവൈലബിൾ ആവുന്നത്. നമുക്ക് കിട്ടിയിരിക്കുന്നത് 8 256GB വേരിയൻ്റ് ആണ്. 8 128, 8 256, അതേപോലെ 12 256 വേരിയൻറ്റുമാണ് അവൈലബിൾ ആവുന്നത്. അപ്പോൾ സാർ വാല്യൂ നോക്കുകയാണെങ്കിൽ 1.13, ഹെഡ് സാർ, ബോഡി സാർ 0.89 ആണ് വരുന്നത്. അപ്പോൾ ഓപ്പോ F33 Pro ഒന്ന് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ചെറിയൊരു ബോക്സ് ആണ് വരുന്നത്. ഇതിനകത്ത് നമുക്കൊരു ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും മാനുവലും ആണ് വരുന്നത്. അതുകൂടാതെ നമുക്ക് റെഡ് കളർ ആ കേസ് ഉണ്ട്, പാഷൻ റെഡിന് പറ്റിയ റെഡ് കളർ കേസ് ആണ് വരുന്നത്. ക്യാമറ ഡെക്കോർ ഉണ്ടല്ലേ, കുറച്ചൊരു ഡിഫറെൻ്റ് ആയ ഒരു ക്യാമറ ഡെക്കോറാണ് ഓപ്പോ F33 Pro 5G. പിന്നെ നമുക്ക് 80 വാട്ടിൻ്റെ അഡാപ്റ്ററാണ്, സൂപ്പർ ബുക്ക് 80 വാട്ടാണ് വരുന്നത്. പിന്നെ ഒരു ചാർജിങ് കേബിളാണ്, USB Type-C ചാർജിങ് കേബിൾ. പിന്നെ നമുക്കൊരു സിം ഇജക്റ്റ് പിന്നുമാണ് വരുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ബോക്സിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം, എന്നിട്ട് ഫോണിലേക്ക് വരാം. അപ്പോൾ ഓപ്പോ F33 Pro ആണല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡിവൈസ്, ഓപ്പോ F33 Pro 5G. അപ്പോൾ നല്ലൊരു സ്മൂത്ത് മാറ്റ് ഫിനിഷ് ടെക്സ്ചറാണ്. ഇവിടെ ഒരു ഗ്ലോസി ഫിനിഷാണ് വരുന്നത്. ഇവിടെ AI ക്യാമറ എന്ന രീതിയിൽ കാണാൻ വേണ്ടില്ലേ. പിന്നെ ഇവിടെ നമുക്ക് കിട്ടുന്നത് 50+2 മെഗാപിക്സൽ ക്യാമറയാണ്. പ്രൈമറി 50 മെഗാപിക്സലും ഒരു 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും പിന്നെ ഒരു LED ഫ്ലാഷും കാണാം. ഇവിടെയാണ് നമുക്ക് 50 മെഗാപിക്സൽ സെൽഫി ക്യാമറ വരുന്നത്. പിന്നെ എല്ലാ തവണത്തെ പോലെ ഇത്തവണയും F സീരീസിന് മുൻഗണന കൊടുത്തിരിക്കുന്നത് എന്താ പറയുക, ബിൽഡ് ക്വാളിറ്റിക്കാണ്. അതായത് IP69, IP69K റേറ്റിംഗ് ഒക്കെ ഉണ്ട്. അതേപോലെ ഡ്യൂറബിലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആർമർ ബോഡി, 360 ഡിഗ്രി ആർമർ ബോഡിയാണ്. അതേപോലെ തന്നെ മിലിറ്ററി ഗ്രേഡ് സ്റ്റാൻഡേർഡ്സും സപ്പോർട്ടഡ് ആണ്. ഈവൻ ഡിസ്പ്ലേക്കും അഡീഷണൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ഓവറോൾ ഒരു എന്താ പറയുക, ബിൽഡ് ക്വാളിറ്റിക്ക് മുൻതൂക്കം കൊടുക്കുന്ന ഒരു ഡിവൈസാണ്. അപ്പോൾ നമ്മൾ നിലത്തുനിന്ന് വീണാലൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള ഒരു 360 ഡിഗ്രി ആർമർ ബോഡിയാണ് കൊടുത്തിരിക്കുന്നത്. ഡിസൈൻ ലാംഗ്വേജ് കാര്യം പറയുകയാണെങ്കിൽ 194 grams ആണ്. അത്യാവശ്യം നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. 8.29 mm ആണ് തിക്നെസ് വരുന്നതില്ലേ. തിക്നെസ്സും ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്. ഇതെല്ലാം പോളികാർബണേറ്റ് മെറ്റീരിയലാണ്. എന്നാൽ ഇതിനകത്ത് ഇത് നല്ലൊരു സോളിഡ് റിജിഡ് അലുമിനിയം ആർമർ ഗ്രേഡ് അലുമിനിയം ആണ് ഉള്ളിൽ കൊടുത്തിരിക്കുന്നത്. ഇത് ആക്ച്വലി ഒരു പോളികാർബണേറ്റ് മെറ്റീരിയലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ മുകളിൽ നമുക്ക് സൈഡിൽ ഇവിടെ പവർ ആൻഡ് വോളിയം കീസ് കാണാം. ഈ ഭാഗത്ത് ഓപ്പണിങ്സും സ്ലോട്ട്സും ഒന്നുമില്ല. താഴത്ത് നമുക്ക് സിം ട്രെയിൻ, അതേപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഒരു സ്പീക്കർ യൂണിറ്റും ഒരു USB Type-C പോർട്ടുമാണ് വരുന്നത്. പിന്നെ ഈ ക്യാമറ ഡെക്കോർ ഇല്ല, അതും ഒരു പ്രത്യേക രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡിസൈൻ ലാംഗ്വേജിൻ്റെ പ്രത്യേകത. അപ്പോൾ ഓവറോൾ നല്ല ഒരു ഡിസൈൻ ലാംഗ്വേജാണ്. ഇൻ ഹാൻഡ് എക്സ്പീരിയൻസ് ഒക്കെ നല്ലതാണ്. ഈ മാറ്റ് ഫിനിഷും വളരെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്ക് അങ്ങ്. അതേപോലെ തന്നെ ഈ പാഷൻ റെഡ് എന്ന് പറഞ്ഞ കളർ ഒരു നല്ല ഭംഗിയുള്ളൊരു കളറായിട്ട് ഡെഫിനറ്റ്ലി പറയാവുന്നതാണ്. ഇനി നമുക്ക് ഡിസ്പ്ലേയിലേക്ക് വരാം. നമുക്കിവിടെ കിട്ടുന്നത് ഒരു 6.
57 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. ആമോലെഡ് ഡിസ്പ്ലേ ആണ്, ഫുൾ HD റെസൊല്യൂഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. 1400 nits ഓഫ് പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. അതേപോലെ നല്ല ടച്ച് റെസ്പോൺസ് ആണ്, നല്ല സ്മൂത്ത് ടച്ച് റെസ്പോൺസ് ആണ്, നല്ല കളേഴ്സ് ആണ്. ബെസൽസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ബെസൽസ് ആണ്, വളരെ മിനിമൽ ആണെങ്കിൽ പോലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബെസൽസ് ആണ്. ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതാണ്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതേ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് ലെവൽസ് ഉള്ള ഒരു ഡിസ്പ്ലേ ആണ്. ടച്ച് റെസ്പോൺസ് കുഴപ്പമില്ല, ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല, നല്ലൊരു റെസ്പോൺസീവ് UI ആണ്. അതേപോലെ കളേഴ്സ് ഒക്കെ നല്ല റിച്ച് കളേഴ്സ് ആണ്. മൂവീസ് ഒക്കെ വാച്ച് ചെയ്യാനാണെങ്കിലും നല്ല റിച്ച് കളർ ടോൺസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡിസ്പ്ലേ പ്രൊട്ടക്ഷനും നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആർമർ 360 ഡിഗ്രി ആർമർ ബോഡി ആയതുകൊണ്ട് തന്നെ ഡിസ്പ്ലേക്കൊക്കെ നല്ല റിജിഡിറ്റി വന്നിട്ടുണ്ടെന്നുള്ളൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇതാണ് ഡിസ്പ്ലേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അടുത്തത് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയറിലേക്ക് പോകുമ്പോൾ നമുക്ക് വരുന്നത് Android 16 ആണ്. അതേപോലെ തന്നെ കളർ OS ആണ് വരുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് എബൌട്ട് ഫോൺ എടുക്കാം. എബൌട്ട് ഡിവൈസ് എടുക്കുകയാണെങ്കിൽ എബൌട്ട് ഡിവൈസ് കളർ OS 16 ആണ് ആൻഡ്രോയിഡ് വേർഷൻ വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് കാണാം. പ്രോസസർ MediaTek Dimensity 6360 മാക്സ് പ്രോസസ്സറാണ്. 7000 mAh ബാറ്ററിയാണ്. 8GB റാം ആണ് നമ്മുടെ കയ്യിലുള്ളത്. 12GB വരെ അവൈലബിൾ ആണ്. അതേപോലെ 256GB ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വേരിയൻറ്റ്. അപ്പോൾ ഓവറോൾ കളർ വൈസ് നമുക്കറിയാലോ, നല്ല ഒരു UI എക്സ്പീരിയൻസ് ആണ് വരുന്നത്. ഓവറോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. കണ്ടില്ലേ, നോട്ടിഫിക്കേഷൻ ടോഗിളാണെങ്കിലും ഓവറോൾ എക്സ്പീരിയൻസും അല്ല. നമുക്ക് ഒരുപാട് കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ നല്ലൊരു ഒപ്റ്റിമൈസ്ഡ് UI ആണ്. എന്നാൽ ഒരുപാട് ബ്ലോട്ട് വേസ് ഉണ്ട്. നമുക്ക് ഇതൊക്കെ ഒന്ന് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയേണ്ടി വരും. ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ ഇതൊന്നും അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ ഒരുപാട് അൺവാണ്ടഡ് നോട്ടിഫിക്കേഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് കളയാൻ പറ്റുന്ന ആപ്സ് ആണ്. എല്ലാം തന്നെ കളയാം. ഒരുപാട് ഗെയിംസും ആപ്സും പ്രീലോഡഡ് ആണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ക്ലീൻ UI കിട്ടും. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു UI എക്സ്പീരിയൻസ്. പിന്നെ കളർ OS ഒബ്വിയസ്ലി നല്ലൊരു ഒപ്റ്റിമൈസ് UI ആയത് കാരണം വേറെ ഇഷ്യൂസ് ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല. അപ്പോൾ നല്ല ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് സോഫ്റ്റ്വെയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ ഓവറോൾ സോഫ്റ്റ്വെയർ കാര്യത്തിൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഡെഫിനറ്റ്ലി നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് ഓപ്പോൻ്റെ F33 Proൻ്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ്. അതേപോലെ തന്നെ ഡിസ്പ്ലേയും ഡിസൈൻ ബിൽഡും ആണ് നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസിലേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് പെർഫോമൻസിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡിസൈനും ബിൽഡ് ക്വാളിറ്റി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി പെർഫോമൻസിൻ്റെ കാര്യം വരുമ്പോൾ ഇത് പവർ ചെയ്തിരിക്കുന്നത് Dimensity 6360 മാക്സ് ചിപ്പാണ്. അഗെയിൻ Dimensity 6000 സീരീസ് അത്രയ്ക്ക് ഒരു പവർഫുൾ അല്ല, നമുക്കറിയാലോ. അപ്പോൾ ഈ ഒരു ചിപ്പും അത്രയ്ക്ക് വലിയൊരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ചിപ്പല്ല. ഇതിൻ്റെ ആൻറ്റിറ്റ്യൂഡ് സ്കോർ എന്ന് പറയുന്നത് ഏതാണ്ട് 6.3 ലക്ഷമൊക്കെയാണ് വരുന്നത്. 6,30,000 ഒക്കെയാണ് ഇതിൻ്റെ അപ്രോക്സിമേറ്റ് ആൻറ്റിറ്റ്യൂഡ് സ്കോർ വരുന്നത്. അത് ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റ് ഒബ്വിയസ്ലി അത്ര ഒരു പവർഫുൾ അല്ല. കാരണം ഈ സെഗ്മെൻറ്റിൽ നമുക്ക് ഒരുപാട് പവർഫുൾ ഡിവൈസസും ചിപ്പൊക്കെ വരുന്ന ഒരു സെഗ്മെൻറ്റാണ്. അതേപോലെ തന്നെ LPDDR 4X റാമാണ് വരുന്നത്. 8GB വേരിയൻ്റ് ഉണ്ട്. അതേപോലെ 256GB സ്റ്റോറേജും 12GB റാമുള്ള വേരിയൻറ്റും ഉണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ് 128 ആണ്. അതിനൊപ്പം തന്നെ 256ഉം 12GB റാമും അവൈലബിൾ ആണ്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഓബ്വിയസ്ലി ഡീസൻറ്റ് പെർഫോമൻസ് ഉള്ളത് ഒരു ഗെയിമിംഗ് സെൻറ്റർ ഡിവൈസ് ഒന്നല്ല. ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ഡ്യൂറബിലിറ്റിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് വളരെ ഒരു ആവറേജ് പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ലാഗ് ഒന്നുമില്ല. ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വേണ്ട പെർഫോമൻസ് ആണോ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി അല്ല എന്ന് പറയും. കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഒരുപാട് ബെറ്റർ ഡിവൈസസ് ഉണ്ട്. ഇപ്പോൾ പ്രോസസറിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഹാർഡ്വെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാത്തിലും തന്നെ ബെറ്റർ ഡിവൈസസ് ഒരുപാടുണ്ട്. അപ്പോൾ ഇത് അത് വെച്ച് നോക്കുക, Dimensity 6000 സീരീസ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഈ 20,000 രൂപയ്ക്ക് താഴെ നിൽക്കുന്ന ഒരു ചിപ്പാണല്ലോ. അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് വളരെ ഒരു ആവറേജ് പ്രോസസ്സിംഗ് എബിലിറ്റീസ് ഇതിനകത്ത് വരുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് IP68 പോലത്തെ IP69ഉം 69K പോലത്തെ റേറ്റിംഗ് ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനറാണ്. അതേപോലെ തന്നെ നമുക്ക് സൗണ്ട് ക്വാളിറ്റിയും അത്യാവശ്യം നല്ലതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെയാണ് സൗണ്ടിന് വരുന്നത്. പിന്നെ നമുക്ക് എല്ലാ 5G ബാൻഡ്സും അവൈലബിൾ ആണ്. അപ്പോൾ അതിലൊന്നും തന്നെ ഇഷ്യൂ ഇല്ല. 5G ഡിവൈസാണ്. അപ്പോൾ എല്ലാ 5G ബാൻഡ്സും സപ്പോർട്ടഡ് ആണ്. 5Gയിലൊക്കെ തന്നെ നല്ലൊരു സിഗ്നൽ സ്ട്രെങ്ത് നമുക്ക് കിട്ടാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഒബ്വിയസ്ലി ഒരു ഡീസൻറ്റ് പെർഫോമൻസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് അനുയോജ്യമായ ചിപ്പല്ല നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അപ്പോൾ ഇതാണ് പെർഫോമൻസിൻ്റെ കാര്യം പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് ക്യാമറയിലോട്ട് പോകാം. ക്യാമറയുടെ കാര്യം പറയുമ്പോൾ 50 മെഗാപിക്സൽ ക്യാമറ. എന്നാൽ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വെറും സിംഗിൾ ക്യാമറയേ ഉള്ളൂ. വെറും ഒരു 50 മെഗാപിക്സൽ ക്യാമറ, ഒരു ഡെപ്ത് സെൻസർ 2 മെഗാപിക്സൽ, അത്രേ ഉള്ളൂ ക്യാമറ. അൾട്രാ വൈഡ് ഇല്ല, ടെലിഫോട്ടോ ഇല്ല. പിന്നെ സെൽഫി ക്യാമറ ആണെങ്കിൽ 50 മെഗാപിക്സലാണ്. അത് അപ്ഗ്രേഡഡ് ആണ്. F33ൽ 32 മെഗാപിക്സലാണെന്ന് എൻ്റെ ഓർമ്മ. 32 69 കൃത്യമായിട്ട് ഓർക്കുന്നില്ല. പ്രോ വേരിയന്റിൽ 50 മെഗാപിക്സൽ അൾട്രാ വൈഡ് സെൽഫി ക്യാമറയാണ്. അപ്പോൾ നമുക്ക് വളരെ വൈഡ് ആംഗിൾ സെൽഫി ഷോട്ട്സ് ഒക്കെ എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ക്യാമറ UI എന്ന് പെട്ടെന്ന് നോക്കാം.
ഇനി ക്യാമറ യുഐന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ കണ്ടില്ലേ, ബേസിക് ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. വീഡിയോ റെക്കോർഡിംഗ് 1080p 60 FPS മാക്സിമം സപ്പോർട്ട് ചെയ്തുള്ളൂ. സെൽഫിയിലാണെങ്കിൽ 1080p 30 FPS ഉള്ളൂ. 4K റെക്കോർഡിംഗ് ആബ്സല്യൂട്ട്ലി ഇല്ല എന്നുള്ളതാണ് ഒരു പോരായ്മ പറയാവുന്നത്. പിന്നെ പോർട്രേറ്റ് മോഡുണ്ട് 1x 2x. പിന്നെ മോഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് മോഡ്, പാൻട്രോമ, ഹൈ റെസൊല്യൂഷൻ മോഡ് ഇങ്ങനത്തെ ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. എന്നാലും 4K റെക്കോർഡിംഗ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഇല്ല എന്നുള്ളതാണ് മറ്റൊരു ഡൗൺ സൈഡ് പറയാവുന്നത്. എന്നാൽ സെൽഫി ക്യാമറ 50 മെഗാ പിക്സലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറ. നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം ഓപ്പോ F33 Pro 5G എന്നെടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഒരു ക്വാളിറ്റി എക്സ്പീരിയൻസ് ആണ് ഈ പ്രൈമറി ക്യാമറ ഓഫർ ചെയ്തിരിക്കുന്നത്. എഗെയിൻ ഇതിനകത്ത് അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറ ഇല്ല, ഒരു 50 മെഗാ പിക്സൽ പ്രൈമറി മാത്രമേ ഉള്ളൂ. അതേപോലെ ഡെപ്ത് സെൻസറും. പിന്നെ സെൽഫി ക്യാമറ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ഒരു ക്വാളിറ്റി ഒക്കെ ഉള്ള സെൽഫി ക്യാമറയാണ്. എന്നാൽ ഇതിനകത്ത് 4K റെക്കോർഡിംഗ് ഇല്ല എന്നുള്ളത് മറ്റൊരു പോരായ്മയായിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ഓവറോൾ ക്യാമറയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ക്യാമറ സാമ്പിൾസ് എല്ലാം കണ്ടിട്ട്? ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് അനുയോജ്യമായ ക്യാമറ ആണോ എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ടത്. എന്നാൽ ഇതിലെ പോരായ്മകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അൾട്രാ വൈഡും ഇല്ല, ടെലിഫോട്ടോ ഇല്ല, പ്രൈമറി മാത്രമേ ഉള്ളൂ. പിന്നെ സെൽഫി ക്യാമറ അപ്ഗ്രേഡഡ് ആണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വിശേഷം. ഇനി നമുക്ക് ഇതിന്റെ ബാറ്ററിയിൽ പറയാം. 7000 mAh ബാറ്ററി, അത് ഒബ്വിയസ്ലി നല്ലൊരു കപ്പാസിറ്റിയാണ് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് 80 watt സൂപ്പർ വൂക്ക് ചാർജിങ്ങും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡായിട്ട് നമുക്ക് ചാർജിങ് ചെയ്തെടുക്കാം. നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ ബാറ്ററി ലൈഫിന്റെ കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരു 2 ദിവസമൊക്കെ നമുക്ക് ഈസിലി, ഒരു ആവറേജ് യൂസറാണെങ്കിൽ 1.5 to 2 ദിവസമൊക്കെ ഈസിലി കിട്ടുന്നുള്ളതിൽ ഒരു ഡൗട്ടും ഇല്ല. പിന്നെ ചാർജർ ബോക്സിനകത്തുണ്ട് എൻ്റെ 80 watt ചാർജർ. അപ്പോൾ അതും വലിയ കുഴപ്പമില്ലാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഇതായിരുന്നു ഓപ്പോ F33 പ്രോന്റെ ഒരു അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷനും. അപ്പോൾ ഓവറോൾ ഇതിന്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഡ്യൂറബിലിറ്റി, അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്. മിലിറ്ററി ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ഉണ്ട്, 360° ആർമർ ബോഡി ഉണ്ട്, ഡിസ്പ്ലേയും പ്രൊട്ടക്റ്റഡ് ആണ്. അതേപോലെ തന്നെ IP റേറ്റിംഗ് 69K വരെ ഉണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ക്വാളിറ്റിയാണ്, സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും കൊള്ളാം, ബാറ്ററി ലൈഫും കൊള്ളാം. എന്നാൽ ക്യാമറയിലും പെർഫോമൻസിലും ഈ ഒരു ഫോൺ അത്രയ്ക്കൊരു മികച്ച എക്സ്പീരിയൻസ് അല്ല. ക്യാമറയിൽ എന്തുകൊണ്ടാ വെച്ചാൽ വെറും പ്രൈമറി ക്യാമറ മാത്രമേ ഉള്ളൂ, അൾട്രാ വൈഡും ഇല്ല, ടെലിഫോട്ടോ ഇല്ല. അപ്പോൾ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ ഇതിലും ബെറ്റർ ക്യാമറ എക്സ്പീരിയൻസ് ഉള്ള ഫോൺസ് ഉണ്ട്. അതേപോലെ പ്രോസസ്സറിൻ്റെ കാര്യം പറയുമ്പോൾ വളരെ ഒരു ആവറേജ് പ്രോസസ്സർ മാത്രമേ ഉള്ളൂ. 6000 സീരീസ് ചിപ്പാണ് ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ കൊടുത്തെന്നുള്ളതാണ് മറ്റൊരു പോരായ്മ ഇതിന് പറയാവുന്നത്. അപ്പോൾ ഇതായിരുന്നു ഓപ്പോ F33 പ്രോന്റെ അൺബോക്സിംഗ് ഫസ്റ്റ് ഇംപ്രഷൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഈ ഒരു ഡിവൈസിന്റെ ഈ ഒരു എക്സ്പീരിയൻസ് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ കൂടുതൽ ടെക് വീഡിയോസിനെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.